ലൈവില് ഇപ്പൊ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പാനി ശരത്തും അക്ബറും തമ്മില്. അനുമോൾ ആ ഒരു ഗ്രൂപ്പിസത്തിന്റെ കേസ് അപ്പാനി ശരത്തിന്റെ അകത്ത് പറഞ്ഞത് തുടങ്ങി പുള്ളി ആകെ അസ്വസ്ഥനാണ്. അപ്പൊ ആ ഒരു ടാസ്ക് അവസാനിച്ച് അക്ബർ ഫ്രീ ആയപ്പോഴത്തേക്ക് അക്ബറിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആ ഒരു ടാസ്കിന്റെ സമയത്ത് ഷാനവാസിനെ ഇവർ ഈ 3 ഫീമെയിൽ കണ്ടസ്റ്റൻസും കൂടി എടുത്ത് അവിടെ കൊണ്ടുപോയി ആ റെഡ് ലൈനിന്റെ അപ്പുറത്ത് കൊണ്ട് ഇടുവോ എന്ന് നോക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഉറക്കം ഉളച്ചിരുന്നു. അപ്പൊ അതിനെയാണ് ഗ്രൂപ്പിസം എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് അപ്പാനി ശരത്ത് ഓർത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട്. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചല്ലോ രേണുസുധീനെ. അപ്പൊ ആ വിളിച്ചതിനെ ക്യാമറയുടെ മുന്നിൽ നോക്കി സോറി പറഞ്ഞു, പ്രേക്ഷകരോടും ബിഗ് ബോസിനോട് സോറി പറഞ്ഞു. പക്ഷെ ഇനി ഞാൻ സോറി പറയത്തില്ല, ഞാൻ എന്റെ മൈൻഡ് മാറ്റി, ഇനി സോറി പറയേണ്ട ആവശ്യമില്ല എന്നാണ് അക്ബർ പറയുന്നത്. അക്ബർ ബേസിക്കലി ആ ഒരു സോറി പറഞ്ഞ ആ ഒരു മാപ്പ് തിരിച്ചെടുത്ത പോലെ തന്നെ ആയിപ്പോയത്. പറഞ്ഞത് വളരെ മോശം. ആ കൂട്ടത്തില് അതിന് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞത് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മാപ്പ് പറച്ചിലല്ല. ലാലേട്ടന്റെ മുന്നിൽ രേണുവിന്റെ അടുത്ത് പോയാണ് മാപ്പ് പറയേണ്ടത്. അത് പറയാതെ ക്യാമറയിൽ നോക്കി മാപ്പ് പറഞ്ഞു. ഇപ്പൊ ആ മാപ്പ് തിരിച്ചെടുക്കുവാണ്, സോറി പറഞ്ഞതിനെ തിരിച്ചെടുക്കുവാണ് അക്ബർ ഇപ്പൊ. എന്നിട്ട് ഗ്രൂപ്പായിട്ട് നിന്നുള്ള അവരുടെ ഓരോ ആക്ടിവിറ്റീസും അവർ ഓരോരുത്തരെ എത്തി ബുളി ചെയ്യുന്നതും ആക്രമിക്കുന്നതും റോസ്റ്റ് ചെയ്യുന്നതിനെയൊക്കെ ഇങ്ങനെ ഇത് ജസ്റ്റിഫൈ ചെയ്യുവാണ്. ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടും, ഒരുമിച്ച് സംസാരിക്കും. അപ്പാനി ശരത്ത് പറയുന്നത് ഞാൻ പയ്യന്മാരുടെ അടുത്ത് കമ്പനി കൂടുന്ന, പയ്യന്മാരുടെ പൾസ് അറിയുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ കൂടുന്നത്. പിന്നെ ഇന്നലെ രാത്രി അഭിലാഷ് വന്നിരുന്നില്ലല്ലോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവര് പറയുന്നത്, വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇതൊരു ഗ്രൂപ്പ് തന്നെയാണ്, ഇതൊരു ബെൽറ്റ് ആണ്.